വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 10-ാം അധ്യായം. തന്നെ രാജാവാക്കുന്നതിന് ഇസ്രായേൽ മുഴുവൻ ശെക്കേമിൽ എത്തിയതിനാൽ റഹോബോവാം ശെക്കേമിൽ വന്നു. രാജാവായ സോളമന്റെ പക്കൽ നിന്ന് ഒളിച്ചോടി ഈജിപ്തിലായിരുന്ന നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടു. അപ്പോൾ ജെറോബോവാം ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോന്നു. അവർ അവനെ ആളയച്ച് വിളിച്ചിരുന്നു. ജെറോബോവാമും ഇസ്രായേൽ മുഴുവനും റഹോബോവാമിന്റെ അടുത്തു വന്നു. അവർ റഹോബോവാമിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകം ഭാരമുള്ളതാക്കി. അങ്ങ് ഇപ്പോൾ അങ്ങയുടെ പിതാവിന്റെ കഠിന ജോലിയും അവൻ ഞങ്ങളുടെ മേൽ ചുമത്തിയ ഭാരമുള്ള നുകവും ലഘൂകരിക്കുക. എങ്കിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ അവരോട് പറഞ്ഞു: 3 ദിവസത്തിനു ശേഷം എന്റെ പക്കൽ തിരിച്ചു വരുവിൻ. ജനം പിരിഞ്ഞുപോയി. റഹോബോവാം രാജാവ് തന്റെ പിതാവായ സോളമന്റെ ജീവിതകാലത്ത് അവന്റെ പക്കൽ നിന്നിരുന്ന മുതിർന്നവരോട് ഇപ്രകാരം ആരാഞ്ഞു: ഈ ജനത്തിന്റെ കാര്യത്തിന് മറുപടി നൽകേണ്ടതിന് എന്താണ് നിങ്ങൾ ഉപദേശിക്കുന്നത്? അവർ അവനോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു: അങ്ങ് ഈ ജനത്തോട് പ്രസന്നനായിരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്താൽ ജീവിതകാലം മുഴുവൻ അവർ അങ്ങേക്ക് ദാസന്മാരായിരിക്കും. എന്നാൽ തന്നെ ഉപദേശിച്ച മുതിർന്നവരുടെ ഉപദേശം അവൻ അവഗണിക്കുകയും തന്നോടൊത്തു വളർന്ന തന്റെ മുൻപിൽ നിന്നിരുന്ന യുവാക്കന്മാരോട് ആലോചന നടത്തുകയും ചെയ്തു. അവൻ അവരോട് ചോദിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ ചുമത്തിയ നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് നമ്മൾ എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? അവനോടൊപ്പം വളർന്ന ആ യുവാക്കൾ അവനോട് ഇപ്രകാരം സംസാരിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന്റെ ഭാരം കൂട്ടി. അങ്ങ് ഞങ്ങളുടെ നുകം ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ജനത്തോട് നീ ഇങ്ങനെ പ്രത്യുത്തരിക്കണം. നീ അവരോട് ഇങ്ങനെ തന്നെ പറയണം: എന്റെ പിതാവിന്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ് എന്റെ ചെറുവിരൽ. നോക്കൂ, എന്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം ചുമത്തിയിരുന്നു. ഞാനാകട്ടെ നിങ്ങളുടെ നുകത്തിന്റെ ഭാരം കൂട്ടും. എന്റെ പിതാവ് നിങ്ങളെ ചാട്ടുകൊണ്ടാണ് ശിക്ഷിച്ചിരുന്നത്. ഞാനാകട്ടെ തേളുകളെ കൊണ്ടായിരിക്കും. 3-ാം ദിവസം എന്റെ പക്കൽ തിരികെ വരുവിനെന്ന് രാജാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ജെറോബോവാമും ജനം മുഴുവനും 3-ാം ദിവസം റഹോബോവാമിന്റെ അടുക്കൽ വന്നു. രാജാവ് അവരോട് പരുഷമായി മറുപടി പറഞ്ഞു. റഹോബോവാം രാജാവ് മുതിർന്നവരുടെ ഉപദേശം അവഗണിച്ചിരുന്നു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഞാൻ നിങ്ങളുടെ നുകം ഭാരമുള്ളതാക്കും. ഞാൻ ഇനിയും അത് വർദ്ധിപ്പിക്കും. എന്റെ പിതാവ് നിങ്ങളെ ചാട്ടുകൊണ്ടാണ് ശിക്ഷിച്ചിരുന്നത്. ഞാനാകട്ടെ തേളുകളെ കൊണ്ടായിരിക്കും. രാജാവ് ജനത്തെ ശ്രവിച്ചില്ല. എന്തെന്നാൽ നെബാത്തിന്റെ മകനായ ജെറോബോവാമിനോട് ശീലോൻകാരനായ അഹിയ വഴി കർത്താവ് അരുൾ ചെയ്ത തന്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ദൈവത്തിൽ നിന്നാണ് ഇപ്രകാരം സംഭവിച്ചത്. രാജാവ് ഇസ്രായേൽ മുഴുവനെയും ശ്രവിക്കാതായപ്പോൾ ജനം രാജാവിനോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു: ഞങ്ങൾക്ക് ദാവീദിൽ എന്തോഹരി, ജസ്സയുടെ പുത്രനിൽ അവകാശവുമില്ല. ഇസ്രായേലെ, ഓരോ ആളും നിന്റെ കൂടാരങ്ങളിലേക്ക്. ദാവീദേ, ഇപ്പോൾ നീ നിന്റെ വീട് നോക്കിക്കൊള്ളുക. ഇസ്രായേലാകെ തന്റെ കൂടാരങ്ങളിലേക്ക് പോയി. യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേലരും ഉണ്ടായിരുന്നു. അവരുടെ മേൽ റഹോബോവാമാണ് രാജാവായിരുന്നത്. അടിമകളുടെ മേൽനോട്ടമുണ്ടായിരുന്ന ഹദോറാമിനെ റഹോബോവാം രാജാവ് അവരുടെ പക്കലേക്ക് അയച്ചു. അവനെ ഇസ്രായേല്യർ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു. റഹോബോവാം രാജാവ് ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ തന്റെ രഥത്തിൽ കയറുന്നതിന് തിടുക്കം കൂട്ടി. അങ്ങനെ ദാവീദിന്റെ ഭവനത്തോട് ഇന്നുവരെ ഇസ്രായേൽ കലഹത്തിലാണ്. 2 ദിനവൃത്താന്തം 11-ാം അധ്യായം. റഹോബോവാം ജെറുസലേമിലെത്തി. എന്നിട്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്ത്
രാജ്യം റഹോബോവാമിനായി തിരിച്ചുപിടിക്കാൻ യൂദാ ഭവനത്തിലെയും ബെഞ്ചമിനിലെയും തിരഞ്ഞെടുക്കപ്പെട്ട 180,000 യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി. എന്നാൽ ദൈവപുരുഷനായ ശെമായായ്ക്ക് ഇപ്രകാരം കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: സോളമന്റെ പുത്രനും യൂദാ രാജാവുമായ റഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലരോടും ഇപ്രകാരം പറയുക: നിങ്ങൾ പുറപ്പെടുകയോ നിങ്ങളുടെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ഓരോരുത്തനും തന്റെ ഭവനത്തിലേക്ക് മടങ്ങുക. കാരണം ഇക്കാര്യം സംഭവിച്ചത് എന്നിൽ നിന്നാണെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അവർ കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുകയും ജെറോബോവാമിനോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. റഹോബോവാം ജെറുസലേമിൽ പാർക്കുകയും യൂദായിൽ സുരക്ഷിത നഗരങ്ങൾ പണിയുകയും ചെയ്തു. അവൻ ബെത്ലേഹം, ഏത്താം, തെക്കോവ എന്നിവ പണിതു. കൂടാതെ ബെത്സൂർ, സൊക്കോ, അതുല്ലാം, ഗത്ത്, മരേഷ, സീഫ്, അദോരായിം, ലാഖിഷ്, അസേക്ക, സോറ, അയ്യലോൺ, ഹെബ്രോൺ എന്നിവയും. യൂദായിലെയും ബെഞ്ചമിനിലെയും കോട്ട നഗരങ്ങളാണിവ. അവൻ കോട്ടകൾ സുശക്തമാക്കി അവയിൽ അധിപന്മാരെ നിയോഗിച്ചു. കൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെയും എണ്ണയുടെയും വീഞ്ഞിന്റെയും സംഭരണശാലകളും ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ക്രമപ്പെടുത്തി. അവൻ അവയെ വളരെയധികം ബലപ്പെടുത്തി. യൂദായും ബെഞ്ചമിനും അവന്റെ കൂടെയുണ്ടായിരുന്നു. ഇസ്രായേൽ മുഴുവനും ഉണ്ടായിരുന്ന പുരോഹിതന്മാരും ലേവ്യരും തങ്ങൾ വസിച്ചിരുന്ന എല്ലാ ഭാഗങ്ങളിലും നിന്ന് അവന്റെ പക്കൽ സ്വമേധയാ എത്തിച്ചേർന്നു. കർത്താവിനുള്ള പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് ലേവായരെ ജെറോബോവാമും അയാളുടെ പുത്രന്മാരും പുറംതള്ളിയതിനാലാണ് അവർ തങ്ങൾക്ക് പൊതുവായുണ്ടായിരുന്ന പ്രദേശങ്ങളും അവകാശ വസ്തുക്കളും ഉപേക്ഷിച്ച് യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. അയാൾ പൂജാഗിരികൾക്ക് വേണ്ടിയും ദുർഭൂതങ്ങൾക്ക് വേണ്ടിയും താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് വേണ്ടിയും പുരോഹിതന്മാരെ തനിക്കായി നിയമിച്ചിരുന്നു. അവർക്ക് പിന്നാലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ മനസ്സുവെച്ചവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജെറുസലേമിൽ വന്നു. അവർ യൂദാരാജ്യം ശക്തിപ്പെടുത്തി. 3 വർഷക്കാലം ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ വ്യാപരിച്ചുകൊണ്ട് അവർ സോളമന്റെ പുത്രൻ റഹോബോവാമിനെ ആ 3 വർഷക്കാലത്തേക്ക് പ്രബലനാക്കി. ദാവീദിന്റെ പുത്രനായ യെറിമോത്തിന്റെ പുത്രി മഹലത്തിനെ റഹോബോവാം ഭാര്യയായി സ്വീകരിച്ചു. അവൾ ജസ്സയുടെ പുത്രനായ എലിയാബിന്റെ പുത്രി അബിഹായേലിന്റെ പുത്രിയായിരുന്നു. അവൾ അവന് യവൂഷ്, ഷെമറിയ, സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിന്റെ പുത്രിയായ മാക്കായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവന് അബിയ, അത്തായി, സിസ്സ, ശെലോമിത്ത് എന്നിവരെ പ്രസവിച്ചു. റഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും ഉണ്ടായിരുന്നെങ്കിലും തന്റെ എല്ലാ ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അബ്സലോമിന്റെ പുത്രിയായ മാക്കായെ അവൻ സ്നേഹിച്ചിരുന്നു. അവൻ 28 പുത്രന്മാരെയും 60 പുത്രിമാരെയും ജനിപ്പിച്ചു. റഹോബോവാം മാക്കായുടെ പുത്രനായ അബിയായെ അയാളുടെ സഹോദരരുടെ ഇടയിൽ മുഖ്യ നേതാവായി നിയമിച്ചു. എന്തെന്നാൽ അവൻ അയാളെ രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ബുദ്ധിപൂർവം പെരുമാറി. അവൻ തന്റെ പുത്രന്മാരിൽ ചിലരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ദേശങ്ങളിലേക്കും എല്ലാ കോട്ട നഗരങ്ങളിലേക്കും നിയോഗിച്ചു. അവൻ അവർക്ക് സമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ നൽകി. അനേകം ഭാര്യമാരെയും കണ്ടെത്തി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം. ഓ ദാഹാർത്തരെ, നിങ്ങളെല്ലാം ജലാശയത്തിലേക്ക് വരുവിൻ. നിർധനരെ, വന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. വന്ന് പണം കൂടാതെ സൗജന്യമായി വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ആഹാരത്തിനു വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ അധ്വാനിക്കുന്നത് എന്തിന്? എന്നെ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ നല്ലതു ഭക്ഷിക്കുവിൻ. അങ്ങനെ നിങ്ങൾ വിശിഷ്ട ഭോജ്യം ആസ്വദിക്കട്ടെ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ കേൾക്കുവിൻ. എങ്കിൽ
നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടിയിൽ ഞാൻ ഏർപ്പെടുകയും ചെയ്യും. ഇത് ദാവീദിനോടുള്ള സുസ്ഥിരമായ സ്നേഹം തന്നെ. ഇതാ ഞാൻ അവനെ ജനങ്ങൾക്ക് സാക്ഷിയും ജനപദങ്ങൾക്ക് നായകനും അധിപനുമാക്കിയിരിക്കുന്നു. ഇതാ നിന്റെ ദൈവമായ കർത്താവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായവൻ നിമിത്തം നിനക്ക് അജ്ഞാതമായ ജനതയെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനത നിന്റെ അടുക്കൽ ഓടിക്കൂടും. കാരണം അവിടുന്ന് നിന്നെ മഹത്വീകരിച്ചിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്തകളും ഉപേക്ഷിക്കട്ടെ. കർത്താവിങ്കലേക്ക്, നമ്മുടെ ദൈവത്തിങ്കലേക്ക് അവർ തിരിയേണ്ടതിനും അവിടുന്ന് അവരോട് കരുണ കാണിക്കേണ്ടതിനുമാണിത്. ക്ഷമിക്കുന്നതിൽ അവിടുന്ന് ഉദാരനാണല്ലോ. എന്തെന്നാൽ നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. കർത്താവിൻ്റെ അരുളപ്പാട്. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതെങ്ങനെയോ അങ്ങനെയാണ് നിങ്ങളുടെ വഴികളിൽ നിന്ന് എൻ്റെ വഴികളും നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് എൻ്റെ ചിന്തകളും. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് ഇറങ്ങി അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് ഫലപുഷ്ടമാക്കി തളിർപ്പിച്ച് വിതക്കാരനും വിത്തും വിശക്കുന്നവന് ആഹാരവും നൽകുന്നത് എങ്ങനെയോ അങ്ങനെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും. ഞാൻ ഇഷ്ടപ്പെടുന്നത് നിറവേറ്റാതെയും ഞാൻ ഏൽപ്പിക്കുന്നത് വിജയിപ്പിക്കാതെയും ഫലരഹിതമായി അത് എന്നിലേക്ക് തിരിച്ചു വരികയില്ല. നിങ്ങൾ നിശ്ചയമായും സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങളെല്ലാം കൈകൊട്ടും. മുൾച്ചെടിക്കു പകരം പൈൻമരം വളരും, കൊടിത്തൂവയ്ക്കു പകരം കൊളുന്തു വളരും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അടയാളം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 12 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. അവരെല്ലാവരും ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ആയിരുന്നു. ശേഷിച്ചവരിൽ ആരും അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ സംഖ്യ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. തൽഫലമായി പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും രോഗികളിൽ ഏതാനും പേരുടെ മേൽ വീഴേണ്ടതിന് അവർ അവരെ തെരുവ് വീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും വഹിച്ചുകൊണ്ട് ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലെ ജനങ്ങൾ കൂട്ടത്തോടെ വന്നിരുന്നു. അവരെല്ലാവരെയും അവൻ സുഖപ്പെടുത്തി. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഈ ജീവന്റെ വചനങ്ങളെല്ലാം അറിയിക്കുക. അവർ ഇതുകേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനും അവനോടുകൂടെ ഉണ്ടായിരുന്നവരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പ്രതിനിധി സംഘത്തെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ആളയക്കുകയും ചെയ്തു. ആ സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കണ്ടില്ല. അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു. കാരാഗ്രഹം എല്ലാവിധത്തിലും ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും വാതിൽക്കൽ കാവൽക്കാർ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പ്രധാന പുരോഹിതന്മാരും ഇനി പര്യവസാനം എന്തായിരിക്കുമെന്ന് അവരെപ്പറ്റി സംഭ്രാന്തരായി. അപ്പോൾ ഒരാൾ വന്ന് അവരെ അറിയിച്ചു, ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്ന് ജനത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ സേനാധിപൻ സേവകരോടു കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം ജനം തങ്ങളെ കല്ലെറിഞ്ഞേക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അവർ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിർത്തി.
പ്രധാന പുരോഹിതൻ അവരെ ചോദ്യം ചെയ്തു. ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ കൊണ്ടുവരാൻ നിങ്ങൾ ഉറച്ചിരിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന നസറായനായ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നായകനും രക്ഷകനുമായി തന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷിയാണ്. ഇതു കേട്ടപ്പോൾ അവർ ശുഭിതരാവുകയും അവരെ വധിക്കാൻ ഉറയ്ക്കുകയും ചെയ്തു. എന്നാൽ നിയമോപദേഷ്ടാവും സകല ജനത്തിനും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു നിന്ന് ആ മനുഷ്യരെ കുറച്ച് സമയത്തേക്ക് പുറത്തു നിർത്താൻ നിർദ്ദേശിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേല്യരെ, ഈ മനുഷ്യനോട് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നുവെന്നത് സൂക്ഷിച്ചു വേണം. എന്തെന്നാൽ ഈ നാളുകൾക്ക് മുൻപ് താൻ ആരോ ആണെന്ന് പറഞ്ഞ് തെബുദാസ് രംഗപ്രവേശനം ചെയ്തു. ഏകദേശം 400 പേർ അവന്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലീലിക്കാരനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറെ പേരെ വഴിതെറ്റിച്ച് തന്റെ പിന്നാലെയാക്കി. അവനും നശിച്ചുപോയി. അവനെ അനുസരിച്ചിരുന്നവരൊക്കെയും ചിതറിപ്പോവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ തനിയെ വിട്ടേക്കുക. കാരണം ഈ പദ്ധതിയും ഈ പ്രവർത്തനവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് താനേ നശിക്കും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങളെ കാണുകയും ചെയ്യും. അവർ അവനെ അനുസരിച്ചു. അവർ അപ്പസ്തോലന്മാരെ വിളിച്ചു വരുത്തി പ്രഹരിച്ച ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനിതരാകാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിലും ഭവനം തോറും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും സുവിശേഷം അറിയിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.